പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനത്തിൽ റൂത്തിനെ കുറിച്ച് വായിക്കുവാൻ സാധിക്കുമല്ലേ? റൂത്ത് തൻ്റെ ജീവിതത്തിൽ വൺ ആഫ്റ്റർ അതർ ഒരുപാട് പ്രതികൂലങ്ങൾ വന്നു. തൻ്റെ ജീവിത പങ്കാളിയെ തനിക്ക് നഷ്ടപ്പെട്ടു. സ്വന്തം ദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വന്നു. അവിടെയൊന്നും താൻ പതറിപ്പോകാതെ മുന്നോട്ട് പോകുവാൻ താൻ ധൈര്യം കാണിച്ചു. എസ്തറിനെ നമുക്കറിയാം, താൻ അനാഥയായിരുന്നു. ഒരിക്കലും ഒരു രാജപദവിയിലേക്ക് വരുവാൻ യാതൊരു യോഗ്യതയും മാനുഷികമായി ഇല്ലാത്തവൾ. പക്ഷേ അവളും തൻ്റെ സാഹചര്യങ്ങളെ പഴിച്ച് ഇരുന്നില്ല, മുന്നോട്ട് നീങ്ങി. മോശയെ നോക്കിയാലോ? ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് വരുവാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഒരു ലീഡറിന് ഏറ്റവും അത്യാവശ്യം സംസാരിക്കുവാനുള്ള കഴിവല്ലേ, വാക്ചാതുര്യമല്ലേ? പക്ഷേ മോശ വിക്കനായിരുന്നു. അദ്ദേഹം തന്റെ ബലഹീനതയോർത്ത് എവിടെയും ഒളിച്ചു പാർത്തില്ല, ഒതുങ്ങിക്കൂടിയില്ല. പകരം താൻ ധൈര്യസമേതം മുന്നോട്ട് നീങ്ങുവാൻ തീരുമാനിച്ചു. ദൈവവചനത്തിൽ നാം ഒരുപാട് പേരെ കുറിച്ച് വായിക്കുവാൻ സാധിക്കും. പരാജയങ്ങളും നിന്ദകളും ഒക്കെ വന്നപ്പോൾ തളർന്നു പോകാതെ അതിനൊക്കെ എതിരെ ശക്തമായി മുന്നോട്ട് നീങ്ങിയവർ. നിങ്ങൾക്കും ഒരുപാട് കഥകൾ, അനുഭവങ്ങൾ നിങ്ങളുടെ പരാജയത്തിൻ്റെതായിട്ടുള്ളത് പറയുവാൻ കാണുമല്ലേ? ഇപ്പോൾ ഒന്ന് ചിന്തിച്ചേ, എത്ര അനവധി പരാജയങ്ങളിലൂടെ കടന്നുപോയി, നിന്ദകളിലൂടെ കടന്നുപോയി. അതെ, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ നാം അതിനോടൊക്കെ എപ്രകാരം പ്രതികരിക്കുന്നു എന്നുള്ളതിനാ ഏറ്റവും പ്രാധാന്യം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഭക്തർ തങ്ങളുടെ ജീവിതത്തിന് വിരോധമായി അടിച്ച തിരമാലകളെയും കൊടുങ്കാറ്റിനെയും ഒന്ന് മൈൻഡ് ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറിയപ്പോൾ അസാധാരണമായ പദവികളും അനുഗ്രഹങ്ങളും സ്വർഗം അവരുടെ മേൽ പകർന്നെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, മൂവ് ഓൺ അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. ധൈര്യമായി മുന്നോട്ട് നീങ്ങുക. ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിക്കുക. എപ്പോഴും കൂടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ധൈര്യത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു നാളും അസാധ്യമാകത്തില്ല. സാഹചര്യത്തെ പഴിച്ച് പിന്നോട്ട് മാറി നിൽക്കാതെ മുന്നോട്ട് പോകും. ധൈര്യമായി മുന്നോട്ട് പോകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് ദൈവവചനത്തിൽ അനവധി എക്സാമ്പിൾസ് ഉണ്ട്. അങ്ങ് അവരെയൊക്കെ നടത്തിയ വിധങ്ങൾ എത്ര ശ്രേഷ്ഠമായ. ഇന്ന് അടിയനി പ്രാർത്ഥിക്കുന്ന സമയം ആരെങ്കിലും മനസ്സ് ക്ഷീണിച്ച് മുന്നോട്ട് പോകുവാൻ, കാര്യങ്ങൾ ചെയ്യുവാൻ ധൈര്യമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യം, അവിടുത്തെ ശക്തി അങ്ങയുടെ ജനത്തിന്റെ മേൽ പകരണമേ. അവർ ധൈര്യത്തോടെ മുന്നേറട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ സാധ്യമാകത്തക്കവണ്ണം ധൈര്യത്താൽ എൻ്റെ പ്രിയപ്പെട്ടവർ നിറയപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നാഥ. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Go ahead. Bless you.